ചരിത്രത്തിൽ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം മുതൽ മരണം വരെ, അതെ, അക്ഷരാർത്ഥത്തിൽ അദ്ദേഹത്തോടൊപ്പമുണ്ടായിരുന്ന ഒരേയൊരു വ്യക്തിയുണ്ടായിരുന്നു, മറ്റാർക്കും അവകാശപ്പെടാൻ കഴിയാത്തൊരു സ്ഥാനം. ഇന്ന് നമ്മൾ ആ സ്ത്രീയുടെ, ആ മഹാത്മതത്തിന്റെ കഥയിലേക്കാണ് കടന്നു ചെല്ലുന്നത്. ഒന്നാലോചിച്ചു നോക്കൂ. പ്രവാചകന്റെ പ്രിയ പത്നി ഖദീജ റളിയല്ലാഹു അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് വരുന്നത് യൗവനത്തിലാണ്. ഏറ്റവും അടുത്ത അനുചരന്മാരായ അബൂബക്കറും ഉമറുമൊക്കെ അദ്ദേഹത്തെ അറിയുന്നത് പ്രവാചകത്വം ലഭിച്ചതിന് ശേഷമാണ്. പക്ഷേ ജനിച്ചു വീണ ആ ആദ്യത്തെ ശ്വാസം മുതൽ ഈ ലോകത്തോട് വിട പറയുന്ന അവസാന നിമിഷം വരെ സാക്ഷിയായ ഒരാൾ ആരായിരിക്കും അത്? ആ പേരാണ് ബറക. നമ്മളവരെ കൂടുതൽ അറിയുന്നത് ഉമ്മു ഐമൻ എന്ന പേരിലാണ്, തന്റെ മകൻ ഐമന്റെ പേരിൽ. ചരിത്രത്തിന്റെ താളുകളിൽ പലപ്പോഴും വേണ്ടത്ര ശ്രദ്ധ കിട്ടാതെ പോയ, എന്നാൽ പ്രവാചകന്റെ ജീവിതത്തിൽ ഏറ്റവും നിർണായകമായൊരു സ്വാധീനം ചെലുത്തിയ വ്യക്തിത്വം. ശരി, അപ്പോൾ നമുക്ക് ഈ കഥയുടെ തുടക്കത്തിലേക്ക് പോകാം. എങ്ങനെയാണ് ബറക പ്രവാചകന്റെ ജീവിതത്തിന്റെ ഭാഗമായതെന്ന് നോക്കാം. അബിസീനിയയിൽ നിന്നുള്ളൊരു അടിമ പെൺകുട്ടിയായിരുന്നു അവർ. പ്രവാചകന്റെ പിതാവായ അബ്ദുള്ളയാണ് മക്കയിലൊരു ചന്തയിൽ നിന്നവരെ വാങ്ങുന്നത്. അങ്ങനെ വളരെ ചെറുപ്പത്തിൽ തന്നെ ആ കുടുംബത്തിലൊരംഗമായി ബറക മാറി. ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. പ്രവാചകന്റെ മാതാവ് ആമിന പ്രസവവേദന കൊണ്ട് പുളയുമ്പോൾ ആ മുറിയിൽ മറ്റാരുമില്ല, ഈ ചെറുപ്പക്കാരിയായ ബറകയല്ലാതെ. ആ കുഞ്ഞ് ഈ ലോകത്തേക്ക് പിറന്നു വീണപ്പോൾ ആ പിഞ്ചു ശരീരത്തെ ആദ്യമായി കൈകളിലെടുത്തത്, വൃത്തിയാക്കിയത്, എന്നിട്ട് സ്വന്തം ഉമ്മയുടെ കൈകളിലേക്ക് വെച്ചുകൊടുത്തത് ബറകയായിരുന്നു. ചരിത്രത്തിലെ എത്ര വലിയൊരു നിമിഷമായിരുന്നിരിക്കണമത്. പ്രവാചകന്റെ കുട്ടിക്കാലമെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വലിയ നഷ്ടങ്ങളുടെ ഒരു കാലഘട്ടമായിരുന്നു. ജനിക്കുന്നതിനു മുൻപേ പിതാവ് പോയി. 6-ാം വയസ്സിൽ സ്വന്തം കൺമുന്നിൽ വെച്ച് ഉമ്മയും ഈ ലോകത്തോട് വിട പറഞ്ഞു. ആ യാത്രയിൽ ആ 6 വയസ്സുകാരനെ സമാധാനിപ്പിച്ച് മക്കയിലേക്ക് തിരികെ കൊണ്ടുവന്നത് ബറകയായിരുന്നു. പിന്നീട് 9-ാം വയസ്സിൽ താങ്ങും തണലുമായിരുന്ന മുത്തച്ഛനും മരിക്കുമ്പോൾ ആ ദുഃഖത്തിലും അവരൊപ്പമുണ്ടായിരുന്നു. ചുറ്റുമുള്ളവരെല്ലാം വിട്ടുപോകുമ്പോഴും മാറാതെ നിന്ന ഒരേയൊരു സാന്നിധ്യം, അതായിരുന്നു ബറക. വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞു. പ്രവാചകൻ ഖദീജയെ റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിച്ചു. അപ്പോൾ തന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ സ്ത്രീയെ തന്റെ പ്രിയപത്നിക്ക് പരിചയപ്പെടുത്തുകയാണ്. എന്നിട്ട് പറഞ്ഞ വാക്കുകളാണ് ഇത്: ഹിയ ഉമ്മി ബഅദ ഉമ്മി. ഇവൾ എന്റെ ഉമ്മയ്ക്ക് ശേഷമുള്ള എന്റെ ഉമ്മയാണ്. അതൊരു ഓറും പരിചയപ്പെടുത്തലായിരുന്നില്ല, അല്ലേ? തന്റെ ജീവിതത്തിൽ അവർക്കുള്ള സ്ഥാനമെന്താണെന്ന് ലോകത്തോട് വിളിച്ചു പറയുകയായിരുന്നു പ്രവാചകൻ. പ്രവാചകൻ ബറകയെ അടിമത്തത്തിൽ നിന്നും മോചിപ്പിച്ചു. അതോടെ അവരൊരു സ്വതന്ത്ര സ്ത്രീയായി. പ്രവാചകത്വം ലഭിച്ച ആദ്യ നാളുകളിൽ തന്നെ ഇസ്ലാം സ്വീകരിച്ച ചുരുക്കം ചിലരിൽ ഒരാളായി അവരെ മാറി. ഇവിടെയാണ് അവരുടെ ജീവിതത്തിലൊരു പുതിയ അധ്യായം തുടങ്ങുന്നത്. വിശ്വാസത്തിൽ കെട്ടിപ്പടുത്ത ഒരു പുതിയ കുടുംബത്തിന്റെ കഥ. പ്രായം കൂടിവരുന്ന, ഭർത്താവ് മരിച്ചുപോയ, സാമ്പത്തികമായി യാതൊരു ഭദ്രതയുമില്ലാത്ത ഉമ്മോയ്മനെക്കുറിച്ച് ഒരു ദിവസം പ്രവാചകൻ തന്റെ അനുചരന്മാരോട് പറഞ്ഞു: മൻ സൊറഹു അൻ യതസവ്വജ ഇംറഅതൻ മിൻ അഹ്ലിൽ ജന്ന ഫൽ യതസവ്വജ് ഐമൻ. അതായത്, നിങ്ങളിൽ ആർക്കെങ്കിലും സ്വർഗത്തിൽ നിന്നുള്ളൊരു സ്ത്രീയെ വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഉമ്മു ഐമനെ വിവാഹം കഴിച്ചുകൊള്ളട്ടെ. എന്തൊരു സാക്ഷ്യപത്രമാണത്! പ്രവാചകന്റെ ഈ വാക്കുകൾ കേട്ടതും ആരാണ് മുന്നോട്ട് വന്നതെന്നറിയോ? സയ്യിദ് ഇബ്നു ഹാരിത റളിയല്ലാഹു അൻഹു, പ്രവാചകന്റെ ദത്തുപുത്രൻ. ഉമ്മു ഐമനേക്കാൾ ഏകദേശം 20 വയസ്സ് പ്രായം കുറവായിരുന്നു അദ്ദേഹത്തിന്. പക്ഷെ സയ്യിദ് റളിയല്ലാഹു അൻഹു അവരുടെ പ്രായമോ പദവിയോ ഒന്നും നോക്കിയില്ല. അദ്ദേഹം കണ്ടതൊന്നു മാത്രം: പ്രവാചകൻ സാക്ഷ്യപ്പെടുത്തിയ ആ സ്വർഗീയ സ്ഥാനം. ഈ വിവാഹത്തിലെ ഒരു മനോഹരമായ പൊരുത്തം നോക്കൂ. രണ്ടുപേരും ഒരു കാലത്ത് അടിമകളായിരുന്നു. രണ്ടുപേരെയും പ്രവാചകൻ മോചിപ്പിച്ചു. ഒരാൾ പ്രവാചകന് ഉമ്മയ്ക്ക് ശേഷമുള്ള ഉമ്മയായി, മറ്റൊരാൾ സ്വന്തം മകനെപ്പോലെയായി. അല്ലാഹു അവരെ ഒരുമിപ്പിച്ചു. അവർക്ക് ജനിച്ച മകനാണ് ഉസാമ ബിൻ സയ്ദ്. പ്രവാചകൻ സ്വന്തം പേരക്കുട്ടികളെപ്പോലെ സ്നേഹിച്ച, താലോലിച്ച പ്രിയപ്പെട്ട കുട്ടി. ഉമ്മു ഐമന്റെ കഥ വെറു സ്നേഹത്തിന്റെയും വാത്സല്യത്തിന്റെയും മാത്രമല്ല കേട്ടോ, അവിശ്വസനീയമായ ധൈര്യത്തിന്റെയും സഹനത്തിന്റെയും കൂടി കഥയാണത്. ജീവിതത്തിലെ കഠിനമായ പരീക്ഷണങ്ങളെ അവർ എങ്ങനെയാണ് നേരിട്ടതെന്ന് നമുക്ക് നോക്കാം. ഹിജ്റയുടെ സമയം, അതായത് മുസ്ലിങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യുന്ന ആ ചരിത്രപരമായ സംഭവം. അന്ന് ഉമ്മു ഐമന് ഏകദേശം 70 വയസ്സിനടുത്ത് പ്രായമുണ്ട്. ആ പ്രായത്തിൽ ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിലൂടെ 100 കണക്കിന് കിലോമീറ്ററുകൾ കാൽനടയായി യാത്ര ചെയ്യാൻ അവർ കാണിച്ച ആ വിശ്വാസത്തിന്റെ ശക്തി ഒന്ന് ആലോചിച്ചു നോക്കൂ. ആ യാത്രക്കിടയിലാണ് ആ അത്ഭുതം സംഭവിക്കുന്നത്. കൂടെയുള്ള വെള്ളമെല്ലാം തീർന്നു, ദാഹിച്ചു മരിക്കാറായ ഒരവസ്ഥ. അവർ ആകാശത്തേക്ക് നോക്കി. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് തൂവെള്ള നിറത്തിലുള്ള ഒരു കയറിൽ കെട്ടിയ ഒരു പാത്രം, ശുദ്ധജലം അവരുടെ മുന്നിലേക്ക് ഇറങ്ങി വന്നു. അവർ അതിൽ നിന്ന് മതിവരുവോളം കുടിച്ചു. അതിനുശേഷം ജീവിതത്തിൽ പിന്നീടൊരിക്കലും ഉമ്മു ഐമന് ദാഹമെന്നൊരവസ്ഥ ഉണ്ടായിട്ടില്ലെന്നാണ് ചരിത്രം പറയുന്നത്. അവരുടെ ധൈര്യം അവിടെയും തീർന്നില്ല.
പല യുദ്ധങ്ങളിലും അവർ പ്രവാചകന്റെ കൂടെയുണ്ടായിരുന്നു. പരിക്കേറ്റവരെ ശുശ്രൂഷിച്ചും പോരാളികൾക്ക് വെള്ളം നൽകിയും അവർ പടക്കളത്തിൽ സജീവമായിരുന്നു. ഉഹുദ് യുദ്ധത്തിൽ പല പ്രമുഖരും പിന്തിരിഞ്ഞോടിയപ്പോൾ പ്രവാചകനെ സംരക്ഷിക്കാൻ ഒരു വാളെടുത്ത് മുന്നോട്ടു വന്ന ധീരവനിതയായിരുന്നു ഉമ്മു ഐമൻ. ഇനി നമ്മൾ ഈ കഥയിലെ ഏറ്റവും ഹൃദയസ്പർശിയായ, ഏറ്റവും വൈകാരികമായ ഒരു ഭാഗത്തേക്കാണ് വരുന്നത്. പ്രവാചകൻ ഈ ലോകത്തോട് വിട പറഞ്ഞതിനു ശേഷമുള്ള സമയം. ഒരു യുഗത്തിന്റെ അവസാനത്തിന് സാക്ഷിയായ അവരുടെ പ്രതികരണം എന്തായിരുന്നു? പ്രവാചകൻ വഫാത്തായി. ആ വലിയ ദുഃഖത്തിലിരിക്കുന്ന ഉമ്മു ഐമനെ കാണാൻ അബൂബക്കറും ഉമറും റളിയല്ലാഹു ചെല്ലുകയാണ്. പ്രവാചകൻ ജീവിച്ചിരുന്നപ്പോൾ അവരെ സന്ദർശിച്ചിരുന്ന ഒരു പതിവുണ്ടായിരുന്നു അവർക്ക്. അവർ ചെല്ലുമ്പോൾ ഉമ്മു ഐമൻ നിർത്താതെ കരയുകയാണ്. പ്രവാചകന്റെ വിയോഗത്തിലുള്ള ദുഃഖം കൊണ്ടാവാം അവർ കരയുന്നതെന്ന് കരുതി അബൂബക്കറും ഉമറും അവരെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. എന്തിനാണ് കരയുന്നത്? അള്ളാഹുവിന്റെ അരികിലുള്ളതാണ് പ്രവാചകന് ഏറ്റവും നല്ലത് എന്ന് നിങ്ങൾക്കറിയില്ലേ എന്ന് സ്നേഹത്തോടെ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞ മറുപടി അത് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒന്നാണ്. അവർ പറഞ്ഞു, അദ്ദേഹം പോയതിലല്ല ഞാൻ കരയുന്നത്. എനിക്കറിയാം അള്ളാഹുവിൻ്റെ അടുത്താണ് അദ്ദേഹത്തിന് ഏറ്റവും നല്ലതെന്ന്. ഞാൻ കരയുന്നത് ആകാശത്തു നിന്നുള്ള ദിവ്യബോധനം, വഹയ്യ്, അതോടെ എന്നേക്കുമായി നിലച്ചുപോയല്ലോ എന്നോർത്താണ്. മനുഷ്യരാശിയും സ്വർഗവും തമ്മിലുണ്ടായിരുന്ന ആ നേരിട്ടുള്ള ബന്ധം മുറിഞ്ഞുപോയതിലായിരുന്നു അവരുടെ ദുഃഖം. അവരുടെ ജീവിതം ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മുഴുവൻ നഷ്ടങ്ങളായിരുന്നു. ആദ്യ ഭർത്താവ്, പിന്നെ ആദ്യ മകൻ ഐമൻ രക്തസാക്ഷിയായി, രണ്ടാം ഭർത്താവ് സെയ്ദും രക്തസാക്ഷിയായി, പിന്നെ തന്റെ ജീവശ്വാസമായിരുന്ന പ്രവാചകനും വിട പറഞ്ഞു. അവസാനം രണ്ടാമത്തെ മകൻ ഉസാമയും. തനിക്ക് പ്രിയപ്പെട്ടവരെല്ലാം ഒന്നൊന്നായി പോകുന്നത് കാണാൻ അവർ ജീവിച്ചു. എന്നിട്ടും അവരുടെ വിശ്വാസം ഒരു തരിമ്പ് പോലും കുറഞ്ഞില്ല. അവരുടെ പേര് ബറഗ എന്നാണെന്ന് പറഞ്ഞല്ലോ. അതിന്റെ അർത്ഥം അനുഗ്രഹം എന്നാണ്. ശരിക്കും പറഞ്ഞാൽ ആ പേരുപോലെ തന്നെയായിരുന്നു അവരുടെ ജീവിതവും. പ്രവാചകന്റെ ജീവിതത്തിനും ആദ്യകാല ഇസ്ലാമിക സമൂഹത്തിനും അവരൊരു ജീവിക്കുന്ന അനുഗ്രഹമായിരുന്നു, ഒരു ബറഗയായിരുന്നു. ഐമന്റെ ജീവിതം നമ്മളെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഒരു പ്രതിഫലവും ആഗ്രഹിക്കാത്ത സ്നേഹം എന്താണെന്ന്, അചഞ്ചലമായ വിശ്വസ്തത എന്താണെന്ന്, എന്തിനും തയ്യാറായുള്ള സേവനം എന്താണെന്ന്. അങ്ങനെയൊരു ജീവിതം, നമ്മുടെയൊക്കെ ജീവിത ലക്ഷ്യത്തിന്റെ യഥാർത്ഥ അർത്ഥം എന്താണെന്ന് നമ്മെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നില്ലേ?